ഹായ്, അസ്സലാമു അലൈക്കും. ഞങ്ങളിതാ രണ്ടാമത്തെ ചൈന യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ആസിഫ് ആസിഫ്, സാലി, ഷെയ്ദ് കോട്ടയിൽ നമ്മുടെ സ്വന്തം അഷ്റഫ് ഖാൻ. 9.5 മണിക്കൂർ യാത്ര പോകുന്നതിന് മുമ്പ് ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആസിഫ് തല തിരിഞ്ഞു പോയി. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴേ നമ്മളെ കൂട്ടാണ്ട് പോയി മനുഷ്യൻ. അതിന്റെ പേരിൽ എന്തുണ്ടായെന്നറിയോ? അവിടെ ചെന്നിട്ട് ഫ്ലൈറ്റ് മിസ്സായി. അല്ല, ഫ്ലൈറ്റ് മിസ്സാവണമെന്നൊരു വിഷയമുള്ള കാര്യമാണ്. ജസ്റ്റ് മിസ്സിങ്, ഗേറ്റ് ഒന്ന് മാറിപ്പോയി. തുടങ്ങി ഇപ്രാവശ്യം ലീഡർ തന്നെ ആക്കിയേക്കണത്. ലീഡർ ഇപ്രാവശ്യത്തെ ലീഡർ നമ്മുടെ അഷ്റഫ് ഖാണ് ലീഡർ. അപ്പോൾ ഈ യാത്രയിൽ എന്ത് സംഭവിച്ചാലും ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. തിരിച്ചു വരുമ്പോൾ അഷ്റഫ് ഖാക്കായിരിക്കും അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം. അല്ല സാലിയ, അങ്ങനെ തന്നെ? അങ്ങനെ ദീർഘമായ യാത്രയ്ക്ക് ശേഷം എവിടെ എത്തി ആസിഫ്? കുമ്മിങ് എയർപോർട്ട്. അപ്പോൾ നമ്മൾ കുൻമിങ് ആണ് കറക്റ്റ്. NM ഉണ്ട്, NM കുൻമിങ് എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത്. നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങുന്നത് UAE-ലെയും ചൈനയിലെയും ടൈമിങ് 4 മണിക്കൂർ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഉറക്കം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഇപ്പോൾ UAE-ൽ എത്ര സമയം? UAE-ൽ 2:45 ആയിട്ടുള്ളൂ. പക്ഷെ ഇവിടെ 7:45 ആയി. അതോട് കൂടിയിട്ട് ഉറക്കം നഷ്ടപ്പെട്ടു. ഇവിടെ എത്തിയപ്പോൾ നേരം കൊടുത്തു. വൈഫൈ ഇതിൽ എന്താണ് ലോഗിന് അതുണ്ട്. ഈ ഭാഷയില് ഇത് ഓക്കെ അടിക്കണം എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇംഗ്ലീഷ് കിട്ടിയില്ലേ? ഒരു കോഡ് അയച്ചു തന്നിട്ടുണ്ട്. ആ കോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എയർപോർട്ടിൽ ഫ്രീ ആണെന്ന് തോന്നുന്നുണ്ട്. കോഡ് ഇതുവരെ വന്നിട്ടില്ല. കോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. എയർപോർട്ട് വൈഫൈ കിട്ടി. ഞാൻ ആസിഫിനെ പിടിച്ചാൽ കിട്ടൂല. ആസിഫെ, നമ്മൾ അഷ്റഫ് ഖാനെ അവർ വിട്ടിട്ടില്ല. ഇമിഗ്രേഷനിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വരും. അല്ല, ലഗേജ് ഇല്ലാത്ത നമ്മളാണ് പുറത്തുണ്ട്. നമ്മളെക്കാൾ മുന്നേ പഞ്ച്വാലിറ്റിയുള്ള ചൈനക്കാരെ പുറത്ത് വന്നിട്ട് ഞങ്ങളെ വെയിറ്റ് ചെയ്യാം. ഒരുപാട് രാജ്യത്ത് പോയിട്ടുണ്ട്, പക്ഷെ ചൈനയിൽ അതേയില്ല. പിന്നെ നമ്മളെ കൂടെ ഒരു ബംഗാളി ഉണ്ട്. ബംഗാളിയുടെ ജാക്കറ്റ് ഇല്ല. എന്തോ വേറെ എന്തോട്ടല്ല. എന്നിട്ട് എന്തോ ഡ്രസ് ഇട്ടില്ലേ? അല്ലാണ്ട് നമ്മുടെ ഫ്രണ്ട് ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ സാലിയ, ഇനി ആദ്യം ഫുഡ് കഴിഞ്ഞതിന് ശേഷം നേരെ ഹോട്ടലിൽ പോവാ. ബാഗൊക്കെ അവിടെ വെക്കുക. ഡയറക്റ്റ് ടു മാർക്കറ്റ്. ആസിഫ്, എല്ലാവരും കയറിയില്ല? Yes. Here, here. About have 80 kilo weight.
ഇതിൽ കുറേ കോമഡികളാണ്. Have you take you to with my back? Okay, fine. Third April. Yeah. You also. Yeah. Hi. അഷ്റഫ് ഉറങ്ങിയിട്ടുണ്ട്. അഷ്റഫ് ഉറങ്ങി. പിന്നെ നമ്മളെ വിങ്കി ബാക്കിലുണ്ട്. വിങ്കി ചൈനയിൽ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും കുമ്മിങ്ങൊക്കെ ആദ്യമായിട്ടാണ്. അത് മാത്രമല്ല ചൈനയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഫാമുകളൊക്കെ കാണുന്നത്. കർഷകര് ഫാം വളരെ ആ തണുപ്പും നല്ലൊരു നമ്മൾ തുടങ്ങുന്ന ഓരോ ബിസിനസ്സും ഇന്നോവേഷനാണ് അല്ലേ? ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സംഗതികളാണ്. നമ്മളെ ഗ്ലോബൽ അഡ്മിൻ ഗ്രൂപ്പിലല്ലേ പണ്ട് പൊട്ടൻഷ്യൽ പൊട്ടിത്തെറിച്ചിട്ട് ഒരാൾ മരിച്ച് അവിടെ തന്നെ ആയിരിക്കും. What is your name? Amber. Amber. ചുറ്റിക. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലമെത്തി. യെസ്, പാസ്പോർട്ട് എല്ലാവരും പാസ്പോർട്ട് കൊടുക്കും. നമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ഹോട്ടലിൽ എല്ലാവരും പാസ്പോർട്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്തെത്തിയാലും പാസ്പോർട്ട് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും റിപ്പോർട്ട് ചെയ്യണം. ഈ എല്ലാ ഹോട്ടലിനും പോലീസുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവും, ലിങ്ക് ഉണ്ടാവും. അതിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യും നമ്മുടെ പാസ്പോർട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ റെഡിയായിട്ടുണ്ട്. കഞ്ഞി, ചില്ലി പൗഡർ ചക്കരക്കിഴങ്ങ് സെയിം ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസ്, അവിടെ എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റുക, എന്തൊക്കെയാണ് കഴിക്കാൻ പറ്റില്ല, പോർക്കുണ്ടോ എന്നുള്ള സംശയത്തിൽ കുറച്ച് ആളുകൾ ഇവിടെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. സംഭവം നമ്മളിവിടുന്ന് ഫ്രൈഡ് റൈസ് എടുത്ത് 4 ആളും ഫ്രൈഡ് റൈസ് എടുത്തിട്ട് ഏകദേശം കഴിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു സംശയം, അതിലുള്ള ഇറച്ചിക്കൊരു റോസ് കളറ്. അപ്പോൾ ഞങ്ങൾ ഇത് പോർക്കാണോ എന്ന് ഇവരോട് ചോദിച്ചപ്പോൾ ഇത് പോർക്കാണ് എന്നാണ് പറഞ്ഞത്. ഇതാണ് സാധനം. പ്രത്യേകിച്ച് ചൈനയിൽ വരുന്ന ആളുകൾ അറിയാതെ കഴിച്ചു പോകുന്ന ഒരു സാധനമാണ് പോർക്ക്. പല സ്ഥലങ്ങളിലും ചൈനയിലായിരിക്കും അതിൻ്റെ പേര് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്കത് വായിക്കാനും അറിയാനും കഴിയില്ല. ആസിഫ് പോർക്ക് കഴിച്ചോ? ആസിഫ് കഴിച്ചോ? കുറച്ച് കഴിച്ചില്ല, ടേസ്റ്റ് നോക്കിയില്ല. ആ, സംശയം.
അഷ്റഫ്ക 10 ദിവസം കൂടി ഇനിയുണ്ട്. എന്താ തീരുമാനം? മുന്നോട്ട്. അങ്ങനെ ചൈനയിലെത്തി ആദ്യത്തെ ഭക്ഷണം കഴിച്ചു. അതിൽ പന്നിയും കുടുങ്ങി. ഇനി നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുകയായി. അതിനു മുമ്പ് ഫാക്ടറി വിസിറ്റ്. After 1 hour. Okay. 2 o'clock. I see. What food do you need? No menu. Okay. Okay. Vegetable curry. Curry. Maybe garlic and beef and potato. No beef. Potato. Okay. മലയാളം പഠിച്ച Potato and carrot. Curry. Yeah, but in China, they maybe put some pig into the right? ബീഫ് Yes. Beans. In China. Okay. ബീൻസ് ആണ് ബീൻസ് ആണ് Okay. Rice. White rice. Fish. Okay. ഓക്കെ Fish fry. Yeah, I see. ഓക്കെ Okay. എന്താ വരണേ നോക്കാം ഓക്കെ Okay, I'll come. Okay. അഞ്ച് പോയിട്ട് ആക്കും Soup. Do you need any soup? Soup. ആ സൂപ്പ് Vegetable. അതെ Vegetable soup. Okay. 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 Market. Flower market. Flower market, tomorrow we go. Today is Sunday, so maybe. That's why. Yeah. Market full open out. Sunday. Okay. We are going to factory. After that. Farm. ഫ്ലവർ മാർക്കറ്റ് മൊത്തത്തിൽ ഓപ്പൺ ആയിരിക്കില്ല, ഭാഗികമായിട്ടായിരിക്കും ഓപ്പൺ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഫ്ലവർ മാർക്കറ്റ് വിസിറ്റ്. ഓക്കെ 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 താങ്ക് യു. പാസ്പോർട്ട് അവിടെ മറന്നു വെച്ചു. ഇതാണ് നമ്മുടെ സ്വഭാവം. ഏറ്റവും വിലപ്പെട്ട സാധനങ്ങൾ അവിടെ വെച്ചാണ്ട് പോകുന്നു. അപ്പോൾ ഓടിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഫാക്ടറി വിസിറ്റ്, ഫാം വിസിറ്റ്. ഓക്കെ 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 എന്താണ് പറഞ്ഞത്? ഇങ്ങോട്ട് വരുന്നു. ഓക്കെ ഓക്കെ ടുഗദർ. കുമ്മിങ്ങിൽ നിന്നും യാങ്ങിലേക്കുള്ള യാത്ര. പോർക്കിന് കുറച്ച് കഴിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് ഇവരോട് ഷെയർ ചെയ്യായിരുന്നു. ഇവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവർ നമുക്ക് ബീഫും ചിക്കനൊക്കെ തരുമായിരിക്കും. ഫാക്ടറി, ഫ്ലവറിൻ്റെ ഒരു ഫാക്ടറി വിസിറ്റ് ചെയ്യാണ്. Like this. അതിലാണ് ആ സാധനം അടിക്കപ്പോൾ. മറ്റേ പല കളറാക്കും ഈ റോസുകൾ ഓരോ ഡിഫറൻസ്.
You say one book is one flower. It's പള്ളി ചോദിച്ചാണ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ ഒരുപാട് ഓടി ഞങ്ങൾക്കൊരു പള്ളി കാണിച്ചിരുന്നു. പള്ളി പൂട്ടിയിട്ട് ഇനി ആ പള്ളിൻ്റെ ഓണർമാരെ വിളിച്ചിട്ട് അത് തുറപ്പിച്ച് ഞങ്ങളെ നിസ്കരിപ്പിച്ചിട്ട് വിടുള്ളൂ എന്നുള്ള വാശിയിലാണ് ഇപ്പോൾ ചൈനക്കാർ. പള്ളി തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്നത് ശരിയാണ്. സാലിൻ്റെ വൈഫ് പറഞ്ഞതാണ് 5 വക്ത് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ മതി ഏത് രാജ്യത്ത് പോയാലും. അപ്പം നമ്മളിപ്പോൾ പള്ളി തന്നെ നടക്കുക. ഇവൾക്കാണ് കൂടുതൽ നിർബന്ധം ഞങ്ങൾ നിസ്കരിക്കണം എന്ന്. ഓൾ നിസ്കാരമൊന്നുമില്ല, അവൾക്ക് ദൈവമില്ല, ഒന്നുമില്ല. ഡ്രാഗണാണ് അവളുടെ ദൈവം. പക്ഷെ ഞങ്ങൾ നിസ്കരിച്ചിട്ട് പോയാൽ മതി എന്നാണ് അവൾ പറയണത്. പള്ളി തുറപ്പിക്കാനുള്ള പരിപാടിയാണ്. അവർ വരും, മിനിറ്റുകൾക്കുള്ളിൽ വന്ന് തുറന്നു തരും. സാലിയ, അപ്പോൾ ഒരു പള്ളി നമ്മൾ തുറപ്പിച്ച് നിസ്കരിക്കാൻ പോകും. അതാണ് ടീം അല്ലേ? Yes. Only one. Oh, sorry. നിസ്കരിക്കാൻ പോകുന്നുണ്ട്. Share with him. ഇനി പോക്കറ്റിലിട്ടോ? 超过你现在看我抽完烟这几年。 ഓക്കെ. What's your name? Name? anh ơi. Ali. ആ ആയിക്കോട്ടെ, എന്താ ചാവട്ടെ. നിസ്കരിക്കാം. വരി എവിടെ നോക്കാം. ഒരു പാട്ട് പള്ളിയിൽ ഹദീസോ ഖുറാൻ്റെ അർത്ഥം എന്തോ ആണ്. ഫുൾ ചൈനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. പള്ളിനോടനുബന്ധിച്ച് മദ്രസയും ഉണ്ടെന്ന് തോന്നുന്നു. ഇനി അവളെന്ന് വല്ല ഹെൽപ്പും വേണമെന്ന്. ഇനി നിങ്ങൾക്ക് നിസ്കരിക്കാൻ. താങ്ക് യു സോ മച്ച്. യാത്രകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളാണ്. ബാത്റൂം അവിടെ വെള്ളം പുറത്തുനിന്ന് എടുത്തിട്ട് പോവാൻ. ഈ നമ്പർ ഇദ്ദേഹത്തിൻ്റെ ആണ്. ആരെങ്കിലുമൊക്കെ വന്നാൽ നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചാൽ പള്ളി തുറന്നു കൊടുക്കും. ആ അതാണ്. എന്തായാലും തുറന്നു കൊടുക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹത്തിന്റെ പേര് യാക്കൂബ് എന്നാണ്. യാക്കൂബ്. كم سنة في موجود في المسجد؟ لا عربي شوي اسمي يعقوب يعقوب. اسمي سونيا ما ليمبي നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇസ്താക്കന്മാരോട് ചോദിക്കാം. ഇനിയിപ്പോൾ എന്താ ചോദിക്കാം? ചൈന അറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ തൽക്കാലം നിർത്താം. നമ്മൾ തൽക്കാലം നിർത്തുക, ചൈന അറിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് അറബി അറിയില്ല, അറബി നമുക്കും അറിയില്ല. എന്നായിക്കോട്ടെ, ഒക്കെ നല്ലേ. ഓക്കെ. അസ്സലാമു അലൈക്കും. ചൈനയിൽ വന്ന് ഒരു യാക്കൂബിനെ പരിചയപ്പെട്ടു. സന്തോഷം. യാക്കൂബിനെ പരിചയപ്പെട്ടു. സന്തോഷം കൊണ്ട് നമ്മൾ ഒരു 100 RMB അദ്ദേഹത്തിന്. ഇല്ല, ഒരു സന്തോഷമാവട്ടെ. അപ്പം നമ്മൾ ഇനി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത ഫുഡ്. സാലിക്കിപ്പോൾ തണുപ്പ് സെറ്റായില്ല? തണുപ്പ് ഏകദേശം സെറ്റ് ചെയ്യണം. അടുത്തത് ഫുഡ്. ഇനി ഫുഡിൻ്റെ കോമഡികൾ. ഒരു പ്രത്യേകതരം ഓട്ടോറിക്ഷ. അപ്പോൾ വീണ്ടും യാത്ര തുടരുന്നു.
വളരെ നല്ല നാട്, വളരെ നല്ല മനുഷ്യർ. പള്ളി കാണിച്ചു തരാൻ വന്നവർ നിസ്കരിച്ചില്ല എന്നുള്ളൂ. ഞങ്ങളുടെ കൂടെ പള്ളിക്ക് അകത്ത് വരെ വന്ന് ആസിഫ് റുക്കൂക്ക് പോയപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാൻ വന്ന് നിർത്താൻ എന്തോ പറ്റിയതാണ് വെച്ചിട്ട്. ഇതെന്താ സംഭവം എന്നുള്ളവർക്ക് അറിയില്ല. ഒക്കെ ഉണ്ടാക്കണടാ.但是这边没有，那就来一个辣椒。ഹായ് ഹായ്. ബീഫ് Yeah. ചില്ലി സാലേ എങ്ങനെയുണ്ട് ഭക്ഷണം? അടിപൊളി സൂപ്പർ. അടിപൊളി സൂപ്പർ. അതെ അതെ അതെ. ജോബ് സ്റ്റിക്ക് ഉണ്ട്. അഷ്റഫ് ഖാൻ ചോറ് തിന്നുന്നു. എത്താറാവില്ല. ടൈമേ വൈകുന്നേരമായില്ലേ? എന്താ ടൈം എത്ര? ദുബായ് ടൈം ആരതില്ലേ? നമ്മളിങ്ങനെ ഇതിനായിട്ട് ഇങ്ങോട്ട് വരണ്ടപ്പോൾ മേടിച്ചു പോയാണ് ഇങ്ങനെ. Yeah. ഇതന്നെ മൂലമാവാം അല്ലേ? വേറെ വർത്താനമില്ല. Okay. Now these all items you have stock. Yeah. Okay. അതിന് 25. 他没有就算了，他。安生活的浓厚氛围，其为邦友在不少的时期，曾在与学习将少数族的真实പഠിക്കേണ്ട കുറച്ച്
അതിനെപ്പറ്റി അറിയില്ല. നമ്മള് ദുബായ് ഇപ്പോൾ മനസ്സിലായില്ല ദൂരടക്കാം You are there. Flower cake. Very delicious. What is it? Delicious. Flower cake. Flower. Rose cake. പോത്തിന്റെ കേക്കാണിത്. റോസിന്റെ കേക്ക് കെമിക്കലൊക്കെ അടിച്ചിട്ട് അടിച്ചു ആസിഫ് ഫ്ലവർ കേക്ക് കഴിച്ചോട്ടെ. ഉള്ളിൽ ഏതോ ഫ്ലവറൊക്കെ ഉണ്ട് ആ സംഭവം അപ്പൊ സൂപ്പറാട്ടാ. അല്ല ഒരാൾക്ക് ഒരു ദിവസം മുഴുവൻ തിന്നാം ലഞ്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്താ ടിച്ചു എന്താ 10 പേരുടെ കളിച്ചില്ല. കമ്മ്യൂണിക്കേഷന്റെ ഭാഷ അത് ശരിയാണ്. അങ്ങോട്ട് കാര്യം ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ പിന്നെ അവസാനം അച്ഛ കഴിഞ്ഞ് ഒരു
ചെറുപ്പഴ എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഇത് മടക്കണാണ് നാളെയുള്ള ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഓക്കെ സീ യു ടുമാറോ ഓക്കെ ബൈ